കുറച്ച് വെയിലൊക്കെ വന്നിട്ടാണ് ഒന്ന് കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നത്. രാവിലെ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ കിടത്താറുണ്ട് എപ്പോഴും. അവന് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായിട്ടോ എണ്ണ തേച്ച് ഇങ്ങനെ കിടത്തും. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം അങ്ങനെ കിടക്കും. കുറച്ച് നേരം ഞാൻ അങ്ങനെ കിടത്തി. അത് കഴിഞ്ഞ് കുളിപ്പിച്ചെടുത്തു കേട്ടോ. കുളി കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഉറങ്ങും. ഒന്ന് അതിന് മുന്നേ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. മഴയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ 2 ബെഡ്ഷീറ്റൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ദ ഫൈൻ വേവ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാട്ടോ ബെഡ്ഷീറ്റൊക്കെ വാങ്ങിയത്. പാലൊക്കെ കൊടുത്ത് കുഞ്ഞിനെ കിടത്തി ഉറക്കിയിട്ടോ. പിന്നെ ഒരു കല്ലിൻ്റെ ഉരലുണ്ടായിരുന്നു ഇവിടെ നിന്ന് അടുത്തുനിന്ന് ഒരു ഫാമിലി പോയപ്പോൾ അവർ തന്നാട്ടോ. പണ്ടത്തെ ഉരലാണ്, ഒരുപാട് വർഷം പഴക്കമുണ്ട്. കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഉരലാണ് കേട്ടോ. ഇപ്പോഴൊക്കെ ഞാൻ കണ്ടിരിക്കുന്നതൊക്കെ മരത്തിൻ്റെ ഉരലാണ്. ഇത് കല്ലുകൊണ്ടുള്ള ഉരലാണ്. കുറച്ച് കാപ്പിക്കുരു ഉണ്ടായിരുന്നു കുത്തിയെടുക്കാനായിട്ട്. കാപ്പിക്കുരുവിൻ്റെ പുറമേ ഉള്ളൊരു തോലുണ്ട്, അത് കുത്തിക്കളഞ്ഞ് വറുത്ത് ആണ് നമ്മൾ പൊടിക്കാനായിട്ട് കൊണ്ടുപോകുക, കാപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ടേ. അപ്പോൾ അത് കുത്താനായിട്ട് ആ ഉരുളൊന്ന് നന്നായിട്ട് കഴുകി അവിടെ ഉണങ്ങാനായിട്ട് വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് തുണിയൊക്കെ അലക്കാനായിട്ടുണ്ടായിരുന്നു, കുഞ്ഞിൻ്റെ തുണികളാട്ടോ. അപ്പോൾ അമ്മയും തനിക്കുഞ്ഞും കൂടെ തുണി അലക്കാനായിട്ട് തോട്ടിലോട്ട് പോയി. അമ്മ എന്താണോ ചെയ്യുന്നത് അത് നോക്കി അതേപോലെ ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് കേട്ടോ. അവർ പിന്നെ തുണിയൊക്കെ അലക്കിയിട്ട് കയറി വന്നു. നല്ല മഴയൊക്കെ പെയ്തങ്ങ് മാറിയിട്ടേ വെയിൽ വന്നപ്പോഴും നല്ല വെയിലായിരുന്നു. ആ സമയത്ത് ചെടികളൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഈ ചെണ്ടുമല്ലി അതും ഇതൊക്കെ ഇങ്ങനെ മുട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൂക്കാനൊക്കെ ആയിട്ടേ. അത് മഴയൊക്കെ ഇനി ആയിക്കഴിഞ്ഞതൊക്കെ പോവത്തേ ഉള്ളൂ. എന്നാലും എല്ലാം ഒന്ന് നനച്ച് കൊടുത്തു.